അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് കൊടുങ്ങല്ലൂരിൽ തുടക്കമായി. NABL അക്രഡിറ്റഡ് ലാബുകളുമായി സഹകരിച്ച് പ്രീമിയം ഹെൽത്ത് ചെക്കപ്പുകൾ അഫോർഡബിൾ നിരക്കിൽ ലഭ്യമാക്കുന്നു. കൂടാതെ ടെലിമെഡിസിൻ സൗകര്യവും. MHL സ്മാർട്ട് ലാബ്സ്. ഇന്ത്യയിലെ പ്രമുഖ പ്രസാധകരെ അണിനിരത്തിക്കൊണ്ട് ജനുവരി 21 മുതൽ 30 വരെ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ചത്തുരത്തിലാണ് ലിഖിതം 2026 എന്ന പേരിൽ അന്താരാഷ്ട്ര പുസ്തകോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. പുസ്തകോത്സവം അഡ്വക്കേറ്റ് M. സ്വരാജ് ഉദ്ഘാടനം ചെയ്തു. വർഷത്തോറും മുടങ്ങാതെ നടത്തുന്ന പുസ്തകോത്സവത്തിന്റെ കൂടി ഭാഗമായി കൈവന്ന ഒരു സാംസ്കാരിക രാഷ്ട്രീയ ഔന്നത്യമാണോ എന്നൊരു അറിയില്ല. ഒരുപക്ഷെ അങ്ങനെയുമായിരിക്കാം. നമ്മുടെ കാലം കൂടുതൽ അപകടകരമാം വിധം വളരെ അസ്വീകാര്യമായ യാഥാർത്ഥ്യങ്ങളെയാണ് മുൻപോട്ട് വയ്ക്കുന്നത് എന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. എല്ലാറ്റിലും വിവാദ സാധ്യതകൾ മാത്രം അന്വേഷിക്കുന്ന മാധ്യമങ്ങളും മറ്റു ചിലരും കേരളത്തിന്റെ പൊതുവായ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന ഒരു അന്തരീക്ഷം ഇപ്പോഴുണ്ട് എന്നാണ് തോന്നുന്നത്. കേരളം നാളിതുവരെ ആർജിച്ച സാമൂഹ്യമായ പുരോഗതിയെയും വളർച്ചയെയും തടസ്സപ്പെടുത്തുന്ന തരത്തിലാണ് അത്തരത്തിലുള്ള പ്രവണതകൾ കണ്ടുവരുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നാം ആർജിച്ച മികവ് ഒട്ടും ചെറുതല്ല എന്ന് കാണേണ്ടത്. ലോകത്തിന്റെ തന്നെ ശ്രദ്ധാ കേന്ദ്രമായി മാറാൻ നമ്മുടെ നാടിന് സാധിച്ചിട്ടുണ്ട്. തങ്ങൾക്കിഷ്ടമില്ലാത്ത ഒരു കൂട്ടം കേരളത്തെ നയിക്കാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്നതുകൊണ്ട് കേരളത്തോട് തന്നെയുള്ള ഒരുതരം ശത്രുത നുരഞ്ഞു പൊന്തുന്ന മാനസികാവസ്ഥ നമ്മുടെ നാട്ടിൽ ചിലർക്കുണ്ട്. പക്ഷെ അതുകൊണ്ട് വസ്തുതകളാകാതിരിക്കില്ല. കേരളം ലോകത്തിന്റെ തന്നെ ശ്രദ്ധാകേന്ദ്രമായി വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു നാടാണ്. വേണമെങ്കിൽ വാദത്തിന് വേണ്ടി സമ്മതിക്കാൻ അത് കഴിഞ്ഞ ഒരു ദശാബ്ദത്തിന്റെ മാത്രം സംഭാവനയല്ല എന്ന്. എങ്കിലും 57 മുതലുള്ള കേരളത്തിന്റെ വളർച്ച, അല്ലെങ്കിൽ ആദ്യ സർക്കാരിന്റെ കാലം മുതൽ ഒരു ആധുനിക കേരളം, ഒരു നവകേരളം എന്ന സങ്കല്പം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദീർഘവീക്ഷണത്തോടുകൂടി നടപ്പാക്കിയ പരിഷ്കരണ പ്രവർത്തനങ്ങൾ, ആ ചുവടുവയ്പിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര ഇന്ന് ആരെയും അസൂയപ്പെടുത്തും വിധം മുന്നേറി എന്നതാണ് യാഥാർത്ഥ്യം. ഈ കഴിഞ്ഞ വർഷം 2025 കേരളം കാണാനായി നമ്മുടെ നാട്ടിലേക്ക് ഒഴുകിയെത്തിയത് 2,30,00,000 ആളുകളാണ് എന്നാണ് കണക്കാക്കപ്പെട്ടത്. ഒരു വർഷത്തിനിടയിൽ 366 ദിനരാത്രങ്ങൾക്കിടയിൽ കേരളത്തിന് പുറത്തുനിന്നും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും രാജ്യത്തെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമെല്ലാമായി നമ്മുടെ നാട്ടിലേക്ക് ഒഴുകിയെത്തിയ സഞ്ചാരികളുടെ എണ്ണം 2,30,00,000 എന്നാണ് കണക്കാക്കുന്നത്. അതൊരു സർവകാല റെക്കോർഡാണ്. എന്തുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ കേരളത്തിലേക്ക് വന്നത്? നമ്മുടെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും ആകർഷണീയതയുള്ള മറ്റേതെങ്കിലും ചില ഇടങ്ങളും സന്ദർശിക്കാൻ മാത്രമല്ല. സംഘാടക സമിതി ചെയർമാൻ KM മുസ്താഖ് അലി അധ്യക്ഷത വഹിച്ചു. LDF ജില്ലാ കൺവീനർ PK ചന്ദ്രശേഖരൻ, കൊടുങ്ങല്ലൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ സുമിത നിസാഫ്, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേഷ് ബാബു, എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ, പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് TK രാജു, SM പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഷാജി, മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരൻ, എടവിലങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് MR കൈലാസൻ, ജില്ലാ പഞ്ചായത്ത് അംഗം നൌഷാദ് കറുവപ്പാടത്ത്, മുസ്ലിസ് പൈതൃക പദ്ധതി മാനേജിംഗ് ഡയറക്ടർ ഷാരോൺ വീട്ടിൽ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് MS മോഹൻദാസ്, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് KK അബീദ് അലി, കൊടുങ്ങല്ലൂർ നഗരസഭ മുൻ ചെയർമാൻ KR ജയത്രൻ, കൊടുങ്ങല്ലൂർ നഗരസഭ മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KS കൈസാബ്, മത്സ്യഫെഡ് ഡയറക്ടർ ഷീല രാജ് കമൽ, കൊടുങ്ങല്ലൂർ നഗരസഭ മുൻ കൗൺസിലർ TP പ്രവേശ്, ചിന്ത പബ്ലിക്കേഷൻസ് സോണൽ മാനേജർ CP രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു. സംഘാടക സമിതി കോർഡിനേറ്റർ KA ഹഫ്സൽ സ്വാഗതവും ജനറൽ കൺവീനർ അഷ്റഫ് സാബാൻ നന്ദിയും പറഞ്ഞു.